പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ആബിദ് റഹ്മാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് സെൻറ്ററിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലും 2 എയ്ഡഡ് കോളേജിലും അധ്യാപക ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ഇരുന്ന ഒരാളെന്ന നിലയ്ക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലങ്ങളായിട്ട് അതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ അഡ്മിഷൻ, മറ്റു റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്ക് പോവുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല, അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോകുന്നതാണ്. അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റിലില്ല, ഇപ്പോൾ കിട്ടിയതും നിങ്ങൾക്ക് നഷ്ടപ്പെടും. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് അഡ്മിറ്റ് കാർഡും മറ്റവർക്ക് അലോട്ട്മെൻറ്റ് കാർഡുമാണ് ലഭിക്കുകയെന്ന് യൂണിവേഴ്സിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യും. തേർഡ് അലോട്ട്മെൻറ്റുമായി ശ്രദ്ധിക്കേണ്ടത് ആ ഓപ്ഷൻ നിലനിർത്തി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും ഉള്ളതാണ് തേർഡ് അലോട്ട്മെൻറ്റ്. അങ്ങനെ ആ ഓപ്ഷൻ നിലനിർത്തിയ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാൻ നിർബന്ധമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് A എന്നൊരു കോളേജിൽ കിട്ടി, നിങ്ങളുടെ 10ാമത്തെ ഓപ്ഷനാണ്. അടുത്ത അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒന്നെങ്കിൽ A എന്ന കോളേജോ അല്ലെങ്കിൽ അതിന് മുകളിലെ ഓപ്ഷനാണ് കിട്ടുക. അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാൻ നിർബന്ധമാണ്. പിന്നീട് നിങ്ങൾ A എന്ന കോളേജിലേക്ക് വരാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് മുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ വിദ്യാർത്ഥികളുടെ സംശയം ഇപ്പോൾ കിട്ടിയ കോളേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊരിക്കലും ഡിലീറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സംശയം, എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താൽ എന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പരിഗണിക്കില്ലേ, മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് പരിഗണിക്കില്ലേ, സ്പോർട്സ് കോട്ടയിലേക്ക് പരിഗണിക്കില്ലേ, ഇതുപോലുള്ള വിവിധ കോട്ടയിലേക്ക് പരിഗണിക്കില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തത് കാരണം കൊണ്ട് നിങ്ങളുടെ മറ്റു കോട്ട അഡ്മിഷനെ ഒരിക്കലും ബാധിക്കില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ വേറെ സ്ഥലത്ത് കിട്ടിയാൽ അങ്ങോട്ട് പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയാൽ അവിടെ പോയി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അല്ലാതെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയാൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ മെറിറ്റ് അല്ലാത്ത മറ്റേത് സീറ്റ് വന്നാലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ മെറിറ്റിൽ മാറിക്കഴിഞ്ഞാൽ അതും എടുക്കാവുന്നതാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. മറ്റൊന്ന് എഡിറ്റിംഗ് സൗകര്യവുമായി ബന്ധപ്പെട്ടാണ്. ഇനി വിവിധ എഡിറ്റിങ്ങുകൾ സാധ്യമാകുന്നത് ഈ വരുന്ന ജൂലൈ 15, 16, 17 തീയതികളിൽ വിവിധ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോയ ആളുകൾക്കും എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിലേക്ക് വരാവുന്നതാണ്. അതിനുശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. മാൻഡേറ്ററി ഫീ അടച്ചു അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിലേക്ക് വരാനുള്ള അവസരം കൂടിയാണ് അതിൻ്റെ കൂടെ സാധ്യമാകുന്നത്. മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത്, ഞാൻ ഒരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു, പുതിയ കോളേജിലേക്ക് മാറുമ്പോൾ എനിക്ക് ഫീസ് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്നും പുതിയൊരു കോളേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് തിരിച്ച് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജിൽ ചേർന്നു, നിങ്ങൾക്ക് വേറെ എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ മറ്റേതെങ്കിലും ബിഫാമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് മുതൽ ഇത്ര ദിവസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സെപ്റ്റംബർ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് TTCക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫീസ് തിരിച്ചു തരണമെന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ റൂൾ. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ റൂളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് തിരിച്ചു കിട്ടും. പിന്നീട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫീസിൻ്റെ കുറച്ച് ഭാഗം പിടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷന് പോകുന്ന സമയത്ത് വല്ല ഡോക്യുമെൻറ്റുകളും ഇല്ലെങ്കിൽ അവർ ഒരു സമയം തരും. ആ സമയത്തിനുള്ളിൽ അത് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും.
അത് നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുക്കി തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. അഡ്മിഷൻ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ മാത്രം പ്രതീക്ഷിച്ച് മാർക്ക് കുറവുള്ള ആളുകൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയും കിട്ടാത്ത അവസ്ഥ വരും എന്നും കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവരിൽ എല്ലാവരും 90% മുകളിലാണ്. 90% മുകളിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല. എല്ലാവരും 90% മുകളിലാണ് എന്നുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ വളരെ ടൈറ്റാണ് ഈ പ്രക്രിയ എന്നും കൂടി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.